ബംഗാളിൽ നിന്നൊരു വമ്പൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. ഭയന്ന കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുകയാണ്. അതായത് 152 കോൺസ്റ്റിറ്റ്യുവൻസികളിലാണ് ഇപ്പോൾ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് ബംഗാളിൽ നടന്നിരിക്കുന്നത്. രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ കനത്ത സംഘർഷം ബംഗാളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഇത് കൃത്യമായി നോട്ടീസ് ചെയ്ത് അവിടെ തമ്പടിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എന്നാൽ ഈ സംഘർഷത്തിന്റെ വ്യാപ്തി എത്രത്തോളമായിരിക്കും എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ നിന്ന് 79 ക്രൂഡ് ബോംബുകൾ പിടിച്ചെടുത്തിരിക്കുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ ക്രൂഡ് ബോംബുകൾ കണ്ടെടുത്ത സാഹചര്യത്തിൽ NIA ഇപ്പോൾ പശ്ചിമ ബംഗാളിലേക്ക് തിരിച്ചു വമ്പൻ അന്വേഷണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. NIA കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. പശ്ചിമ ബംഗാളിൽ നിന്ന് 79 ക്രൂഡ് ബോംബുകൾ കണ്ടെടുത്ത ഈ സാഹചര്യത്തിൽ ഇത് അടുത്ത ഘട്ടത്തിൽ, അതായത് മമതാ ബാനർജിക്ക് ശക്തിയുള്ള മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ശക്തിയുള്ള പ്രദേശങ്ങളിൽ ആ പ്രദേശങ്ങൾ ആ കോൺസ്റ്റിറ്റ്യുവൻസികൾ കൈവിട്ടു പോകാതിരിക്കാൻ മമത ആസൂത്രണം ചെയ്യുന്ന സംഘർഷമായിട്ടാണ് BJP അടക്കം ഇതിനെ വിലയിരുത്തുന്നത്. എങ്ങനെയെങ്കിലും സംഘർഷമുണ്ടാക്കി ബോംബുകൾ എറിഞ്ഞ് കൊലപാതകങ്ങൾ നടത്തി, ആക്രമണങ്ങൾ നടത്തി, തീവെപ്പുകൾ നടത്തി, കൊള്ളിവെപ്പുകൾ നടത്തി, ബലാത്സംഗം നടത്തി അവിടെയുള്ള വോട്ടർമാരെ ഏതു വിധേനയും ബൂത്തിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അങ്ങനെ എത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ മമതയ്ക്ക് വിജയം ഉറപ്പിക്കാൻ സാധിക്കുമെന്നാൽ ക്രമസമാധാന നില പരിപാലിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ അമിത്ഷാ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ആരെങ്കിലും അവിടെ വാല് പൊക്കിക്കഴിഞ്ഞാൽ അവനെ എല്ലാം തന്നെ തലകീഴായി കെട്ടിത്തൂക്കും എന്നാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. ഇത് വെറും ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. അതിന് പിന്നാലെയാണ് 79 ക്രൂഡ് ബോംബുകൾ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ ബംഗാളിൽ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും നമുക്ക് ലഭിക്കുന്ന. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.